ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് അടുക്കള വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. തലേന്നത്തെ കടലക്കറിയാണ്. അങ്ങനെ ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് പൊടിയൊക്കെ ചേർത്ത് അത് ചൂടാക്കി. പിന്നെ നമ്മൾ രാത്രി മീൻകറി വെക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ട്. പിന്നെ ചോറ് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ദോശയാണ്, അപ്പം കുറച്ച് നമ്മൾ ചമ്മന്തിക്കറിയും കൂടെ റെഡിയാക്കി വെച്ചു കേട്ടോ. കടലക്കറി മോന് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ല, അപ്പോൾ പിന്നെ കുറച്ച് ചമ്മന്തിക്കറിയും വെച്ചു. അങ്ങനെ രാവിലത്തെ പരിപാടികൾ നടക്കുന്നു. അത് കഴിഞ്ഞ് നമുക്കൊന്ന് ഹോസ്പിറ്റലിലോട്ട് പോകണം. അപ്പോൾ എനിക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശമാവ് തയ്യാറാക്കി വെച്ചേക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ മിക്കവാറും പൊട്ടും ദോശയും. അപ്പോൾ എന്നാൽ ഒരാൾ വിളി തുടങ്ങി, അവന് പാല് കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ മോള് വന്ന് നമ്മുടെ പതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉൾപ്പെടുത്തുന്നത്. എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആശുപത്രി പോക്കും വീടും ഇത് തന്നെയാണ് എൻ്റെ ജീവിതം. പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ടൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ അക്കു കാവലിരിക്കുന്ന ചേട്ടാ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതിന് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ കാവലിരിക്കുകയാണ്. ഇവൻ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സെറ്റിയൊക്കെ നല്ലപോലെ വൃത്തിയാക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ കയറ്റാറില്ല. കാരണം പിന്നെ കിടന്ന് എനിക്ക് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ബ്രഷൊക്കെ വേണം നല്ലോണം വൃത്തിയാക്കാനായിട്ട്. എന്നാലും ഇടയ്ക്കൊന്ന് സന്ധ്യയ്ക്ക് കയറ്റിയിട്ട് അപ്പോൾ തന്നെ നമ്മൾ പുറത്ത് കൊണ്ടുവരും. പക്ഷേ ചേട്ടൻ പിന്നെ ഇങ്ങോട്ട് വന്ന് അവനെ എടുത്തുകൊണ്ട് ചീപ്പിയൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ ആ തറയൊക്കെ ഒന്ന് കഴുകുവാണ്. ഞാൻ പറഞ്ഞില്ലേ അക്കുവിൻ്റെ സ്ഥലം മാത്രമേ ഇപ്പോൾ കഴുകും, ഇപ്പുറത്ത് തുടച്ചിടത്തേ ഉള്ളൂ. അങ്ങനെ അക്കുവിൻ്റെ പാല് പിന്നെ കുറച്ച് പൊടിയരിയും പച്ചപ്പയറും കൂടെ വെള്ളത്തിയിട്ടിട്ടുണ്ട് കേട്ടോ മോന് കുറച്ച് കഞ്ഞി വെക്കാനായിട്ട്. അപ്പം മോള് ദോശയൊക്കെ ചുടുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ വെച്ചേക്കുന്ന വൻപയറുണ്ടല്ലോ, കുഞ്ഞി പയറാണ്, ഒരുപാട് വലിയ പയറല്ല, ചുമന്ന പയർ, അതുകൂടെ ഒന്ന് വേവിക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് അത് തന്നെ കേട്ടോ. ദിവസം പയർ വെക്കും. അത് ഇനിയിപ്പോൾ തീരുന്നിടം വരെ ഇനി അത് തന്നെ പോകട്ടെ എന്ന് വിചാരിച്ച്. മലക്കറി കുറച്ച് ദിവസമായി മേടിച്ചിട്ട്. അപ്പോൾ അക്കു ഓടി മണ്ടേ കയറി കൂട് കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ടാക്കുമല്ലോ എന്ന് വെച്ചിട്ടേ അങ്ങനെ നമ്മുടേത് ആ പയർ വെന്തു. അപ്പം മോള് പിന്നെ തട്ടുദോശ പോലെ ദോശ ചുടാൻ തുടങ്ങി. ഞാനെപ്പോഴും നമ്മൾ ഒഴിച്ച് കറി ഉണ്ടല്ലോ അതുണ്ടാക്കാമെന്ന് പറഞ്ഞുള്ള പുറപ്പാടില്ല. അപ്പോൾ തേങ്ങ അരച്ച് വെച്ച് പുളി വെള്ളത്തിട്ടുണ്ട്, തക്കാളിയും സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വറുക്കാനും കടുക് വറുത്തിട്ട് അത് പിന്നെ മുളക് കറി ആയിട്ടാട്ടോ ഇത് വെക്കുന്നത്. ഭയങ്കര എരിവൊന്നും എനിക്ക് കൂട്ടാൻ പറ്റുന്നില്ല, ഒരു അസ്വസ്ഥത നമ്മൾ തൊണ്ടയ്ക്ക്. അപ്പോൾ പിന്നെ വിചാരിച്ച് കുറച്ച് നമുക്ക് ഒഴിച്ച് കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അത് ഞാൻ പച്ചമുളക് ചേർത്തില്ല, വറ്റൽമുളക് ഇട്ടത് കാരണമേ അങ്ങനെ ആ തട്ടുദോശ ഇടുന്നുണ്ട്. അതിനി കുറച്ച് ഒരു 5-6 ചുടും. കാരണം ചേട്ടനും ലവനും കുഴപ്പമില്ല. ഇനി ബാക്കിയൊക്കെ അവൾ നല്ല പരത്തി ചുടുന്ന ദോശയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി ഉള്ളിലൊക്കെ വഴഞ്ഞു വന്നപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തേങ്ങ അരച്ചത് ചേർക്കും. അങ്ങനെ അതാണ്. പക്ഷേ ഇച്ചിരി മഞ്ഞൾപ്പൊടി തോനെ ഇടണം കേട്ടോ. എനിക്ക് ഇച്ചിരി മുളക് പൊടി കൂടിപ്പോയി. അപ്പം മുളക് പൊടി കൂട്ടിയിട്ടാൽ ചമ്മന്തിക്കറിയുടെ കളറായി പോവും. അങ്ങനെയല്ലോ വരണ്ടുള്ളത്, നമ്മൾ മഞ്ഞ കളറായിരിക്കണം. മുളക് പൊടി ഇടുന്നതെന്ന് വെച്ചാൽ ഒരു കളർ വരാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ മുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ഇത്തിരി തക്കാളിക്ക് ഒരു കളർ ഇട്ടട്ടെ എന്ന് വിചാരിച്ച് മുളക് പൊടി ഇട്ടതാണ്. അപ്പോൾ ആ പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചു. ഇനി നമ്മൾ തേങ്ങയും കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും നമ്മളെ കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അത് ഒരുപാടങ്ങ് തിളപ്പിക്കത്തില്ല. ഒന്ന് എന്താ പറയുക, തൈരിന് പകരം പുളി ചേർക്കുന്നു എന്നുള്ളത്. ഇത് നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കറികളൊക്കെ തന്നെ. പിന്നെ ഞാൻ വെക്കുന്നതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് അങ്ങ് ഇടുവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ടൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യണേ. അങ്ങനെ നമ്മളെ കറിയൊക്കെ തിളച്ചൊന്ന് ഞാൻ പറഞ്ഞു പയർ വേവിച്ചെന്ന്. അപ്പോൾ അതിന് തോരൻ വെക്കണം. അതെന്തോ സാധാ പോലെ കടുക് വറുത്ത് എപ്പോഴും കാണിക്കുന്നതൊക്കെ തന്നെയല്ലേ, ഉള്ളതല്ലേ കാണിക്കാൻ പറ്റൂ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അതിനുള്ള അരപ്പ് തയ്യാറാക്കുവാണ്. അപ്പോൾ നമ്മൾ പയറൊക്കെ വന്നു, അതിന് അരപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മോള് പിന്നെ അവിടെ പാത്രം കഴുകാനും ഒതുക്കാനൊക്കെ നിന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മളെ കഞ്ഞിയും പയറും ഒക്കെ ഇങ്ങോട്ട് അടുപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ. കഞ്ഞിയും പൊടിയരിയും പയറും കൂടെ. അങ്ങനെ ഇന്നത്തെ കുഞ്ഞു പരിപാടികളൊക്കെ കഴിഞ്ഞു കിട്ടി. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ തൂപ്പും അതൊക്കെ ഉണ്ട്. ഇനി അതും കൂടെ കഴിഞ്ഞാൽ ജോലിയൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്ന് ഈ കൊച്ചിന് ഇത് മാത്രമേ ഉള്ളൂ. കുറച്ച് കാലം അങ്ങനെ പോകേണ്ടി വരും. സർജനെയൊക്കെ കാണണ്ടേ. നമ്മളിതൊക്കെ ഈ ഉള്ളിലേ ഒരു തടസ്സം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി ഇടയ്ക്ക് വെച്ചില്ല യൂറിൻ ഇൻഫെക്ഷൻ ഒന്നുമില്ലേ, അപ്പോൾ അത് ഈ ഫാൻ്റെ സൗണ്ട് വന്ന് കേൾക്കാൻ പറ്റും. അപ്പോൾ അതും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ മോൾ റെഡിയാവുന്നു. ഞാൻ അങ്ങനെ ഒരുങ്ങി. പക്ഷേ ഭയങ്കര മഴ കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അയ്യോ കയ്യിൽ ഫോൺ പിടിക്കാൻ വയ്യ. ആണ് ഞാൻ റെഡിയായി. ഭയങ്കര സൗണ്ട് കണ്ടോ മഴ. അങ്ങനെ മഴയത്ത് എന്തോ ചെയ്യും എന്നും പറഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുവാണ്. മുടികെട്ടൽ നടക്കുന്നതേ ഉള്ളൂ അവിടെ കേട്ടോ. ഇങ്ങോട്ടൊക്കെ മതി. ഒന്ന് ചിരിക്കാൻ പറഞ്ഞ വല്യാണ് ചിരി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കേട്ടോ. എന്നിട്ട് റെസ്റ്റ് എടുക്കുവാണ്. ഹോസ്പിറ്റൽ വിശേഷം. അപ്പോൾ ആശുപത്രി വിശേഷം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞു ഒരുപാട് തണുത്തതും ഒരുപാട് ചൂടും കഴിക്കത്തില്ല. ഞാൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. പിന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് പിന്നെ വേദന കാണുമെന്ന് പറഞ്ഞു ഇവിടെയൊക്കെ.
വേദന കാണും. അത് കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാലല്ലേ മാറത്തുള്ളൂ. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുപ്പാണ്.